ഏത് വിഷയമായാലും നന്നായി ആലോചിച്ച് വേണം ഉത്തരം നൽകാൻ. ഗുണങ്ങൾ ശത്രുക്കളിൽ നിന്നായാലും പഠിക്കണം, ദോഷങ്ങൾ ഗുരുവിൽ നിന്നായാലും ത്യജിക്കുകയും വേണം. ഈ വാക്കുകൾ വ്യാഖ്യാനിക്കുമ്പോൾ നമ്മുടെ ചിന്തകളെയും മനസ്സിനെയും ഒരുപാട് കാലം പിറകോട്ട് കൊണ്ടുപോകണം. ചാണക്യഗുരു ഇവിടെ ഉദ്ദേശിച്ചത് കേവലം വാക്കുകളുടെ അർത്ഥമേ അല്ല. അത് ഭാരതീയ ഋഷി പരമ്പര കണ്ടെത്തിയ പല സത്യങ്ങളും, ന്യായദർശനം മുതൽ വൈമാനിക ശാസ്ത്രം വരെ, നാട്യശാസ്ത്രം മുതൽ ആയുർവേദം വരെ എല്ലാം തന്നെ വിവിധ പ്രശ്നങ്ങളിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത്. പ്രശ്നങ്ങളുടെ ഉത്തരം ലഭിക്കുവാൻ ഒരുപാട് കാലം അവർ പഠനങ്ങൾ നടത്തി. ഒരിക്കലും സംശയത്തിനിട നൽകാത്ത വിധത്തിൽ അവർ കണ്ടെത്തിയ സത്യം ലോകത്തിന് പകർന്നു കൊടുത്തു. എത്രയോ കാലത്തെ നിരീക്ഷണങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും ശേഷമാണ് നാം ഇന്ന് കാണുന്ന ശാസ്ത്രശാഖകളും തത്വചിന്തകളുമെല്ലാം ഉണ്ടായത്. എല്ലാവിധ സുഖസൗകര്യങ്ങളും നിറഞ്ഞ രാജകൊട്ടാരത്തിൽ നിന്ന് വേദന എന്താണ്, അതിൻ്റെ പരിഹാരമെന്ത് എന്ന ചോദ്യത്തിന് ഉത്തരം തേടി കാലങ്ങളോളം തപസ് ചെയ്ത് എത്രയോ കാലത്തെ ചിന്തകൾക്ക് ശേഷമാണ് ഭഗവാൻ ബുദ്ധൻ അതിന് ഉത്തരം പറഞ്ഞതും ബുദ്ധമതം സ്ഥാപിച്ചതും. നമ്മുടെ മറുപടികൾ സംശയത്തിനിട നൽകാത്ത വിധത്തിലായിരിക്കണം. ഒട്ടും കലർപ്പുണ്ടാകരുത്. ശത്രുക്കളിൽ നിന്ന് ഗുണം സ്വീകരിക്കുന്നു, തേനീച്ച നമ്മളെ കടിക്കുന്നു, പക്ഷേ മധുരമാർന്ന ജീവിതം വേറെ എവിടെ നിന്ന് പഠിക്കാം? ഏറ്റവും ബലവാനായ ശത്രു സൈന്യാധിപരിൽ നിന്ന് യുദ്ധതന്ത്രങ്ങൾ പഠിക്കേണ്ടതെന്ന് ചാണക്യഗുരു പറയുന്നു. അതുപോലെ പറഞ്ഞ വ്യക്തിയുടെ ഗുണങ്ങളല്ല, പറഞ്ഞ കാര്യങ്ങൾക്ക് വ്യക്തതയും സത്യസന്ധതയും ഉണ്ടെങ്കിൽ മാത്രം സ്വീകരിച്ചാൽ മതി. എല്ലാവരിൽ നിന്നും നിങ്ങൾ ആശയങ്ങൾ സ്വീകരിക്കണം, എന്നാൽ ജീവിതത്തിലെ അവസാന തീരുമാനങ്ങൾ എടുക്കേണ്ടത് നിങ്ങൾ തന്നെയായിരിക്കണം.